തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല അദ്ദേഹത്തെ യാതൊരു പ്രതികരണവും അവർ നടത്തുന്നില്ല. LDF ക്യാമ്പ് പൊതുവെ നിരാശരാണോ പൊതുവെ? തീർച്ചയായും എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് സർവേ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളെല്ലാം ഒരു സൂചകം മാത്രമാണ്. ആ സൂചന പ്പുറം CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ തന്നെ ചോർന്നൊലിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് ഏറ്റവും വലിയ അടി അവർക്ക് കിട്ടാൻ പോകുന്നത് കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും പോർ വോട്ടുകൾ തന്നെ ഇപ്രാവശ്യം UDF-ലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി CPM-ന് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് CPM-ന്റെ അണികളുണ്ടായിരുന്നത്. അത് വളരെ വിസിബിൾ ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചോളം പാർട്ടിയുടെ ജനപ്രതിനിധികൾ പോലും ഇനി ഒരു ഭരണവും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി തകർന്നു പോകും എന്നുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം കോൺഗ്രസ് പിന്തുണച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതോടുകൂടി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് പാർട്ടി ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി നീങ്ങും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യമായിട്ട് മാറാൻ പോകുന്നത്. പിണറായി വിജയൻ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ട് തുടരുമോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു MLA ആയിട്ടെങ്കിലും തുടരാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ എന്നുള്ളതെല്ലാം പ്രശ്നമാണ്. ഒരു പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഏറ്റവും വലിയ ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഒരു CPM-ന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തോ അല്ലെങ്കിൽ MLA ആയിട്ടോ തുടരുമോ, അതോ അതുകൂടി രാജിവെക്കുന്ന അവസ്ഥയുണ്ടാവുമോ എന്നുള്ള അങ്ങനെ ഒരു രാജിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു പൊട്ടിത്തെറിയായിരിക്കും. നിങ്ങൾക്കൊന്നും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന MLA ആയിട്ടോ ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും അത് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ അത് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ നിരാശ മുഴുവൻ ഇന്ന് CPM ബാധിച്ചിരിക്കുന്നത്. CPM വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എക്സിറ്റ് പോളിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ ഡാമേജ് അവർക്കുണ്ടാകും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നിരാശ, അത് തന്നെയാണ് ഒരു തരത്തിലും പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ അഴിമതികൾ ഇനി എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ആ കുറ്റങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ള വലിയ ചിന്തയുണ്ടാവും. അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് തന്നെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് CPM BJP-യുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡീലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു CPM-ന്റെ അണികളെ മുഴുവൻ BJP-യിലേക്ക് പറഞ്ഞുവിടുന്ന രീതിയിലേക്കുള്ള ഒരു രംഗം. എനിക്കൊരു ബംഗാളിന്റെ തനിയാവർത്തനം കേരളത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഭയക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ പോലും CPM അത്തരത്തിൽ തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ LDF UDF ദ്വന്ദ്ം എന്നാൽ മാത്രമേ BJP എന്ന് പറയുന്ന മൂന്നാം കക്ഷിക്ക് ഇവിടെ ഇടവില്ലാതെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ദ്വന്ദ്ം നിലനിൽക്കണമെങ്കിൽ CPM ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്തികളുണ്ട്. ആ പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ചുള്ളൂ, കേരളത്തിലെ CPM-നെ സംബന്ധിച്ചുള്ളൂ. അത് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ് സർവേകൾ ഒന്നും തന്നെ UDF-ന് ഒരു വലിയൊരു തരംഗം പ്രവചിക്കാത്തത്? അല്ല, സർവേകൾ ഒരു സൂചകം മാത്രമാണ്. നിങ്ങൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിലോ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിലോ എക്സിറ്റ് പോൾ ആണ് എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CPM-ന്റെ അണികൾ CPM-നെതിരെ വോട്ട് ചെയ്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അഭിപ്രായ സർവേയിലോ എക്സിറ്റ് പോളിലോ CPM-ന്റെ അണികൾ അത്തരത്തിൽ ചെയ്യുന്നത് പറയാൻ തയ്യാറാവില്ല എന്നുള്ളത് നമുക്കറിയാം. വരുന്ന സമയത്തും അതുപോലെ തന്നെ അല്ലാത്തപ്പോഴുള്ള വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാർ പോലും CIT ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ഒരു CIT-യിലെ ഒരു തൊഴിലാളിയോടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗ സംഘടനകൾ പെടുന്ന ഒരാളോട് നിങ്ങൾ CPM-നാണോ കോൺഗ്രസിനോ വോട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്തിട്ട് CPM-ന് വോട്ട് ചെയ്യുന്ന പറയുള്ളൂ. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ഡൈനാമിക്സ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വിശ്വാസം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശ്വാസം. ഇപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് ശേഷവും ഞങ്ങൾ 90-നും 100-നും അധികം അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. UDF ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലാണോ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ? അല്ല, UDF ക്യാമ്പ് സ്വാഭാവികമായി
വിശ്വാസമാണ്. ആത്മവിശ്വാസം ഞാൻ പറഞ്ഞില്ലേ, എക്സിറ്റ് പോളിന്റെ ആത്മവിശ്വാസമല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 60% സർക്കാർ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകൾ ഞങ്ങൾ വിജയിച്ചത്. അന്ന് BJP ഇല്ലായിരുന്നു. BJP ഒരു പ്ലെയർ പോലെ 4-5% വോട്ട് സമയത്ത്. അതേസമയം 15% BJP എത്തിയപ്പോൾ പോലും ഞങ്ങൾക്ക് 65% മേൽ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസമാണ്. ഞങ്ങൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തോടെ നേരത്തെ ജയിച്ചതിനേക്കാൾ ഇരട്ടിയും 3 ഇരട്ടിയും ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഞങ്ങൾ വിജയിച്ചത്. ഒരെണ്ണം മാത്രമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്, ചേലക്കരയാണ്. അവിടെ പോലും 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 12,000 കുറയ്ക്കാൻ സാധിച്ചു. 25,000 വോട്ട് CPM-ന്റെ ഏറ്റവും ശക്തിദുർഗമായ വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ ഒരു പകുതി വോട്ട് മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതാണ് ഇതിന്റെ ഡൈനാമിക്സ്. അപ്പോൾ അത്തരത്തിൽ അത് ചേലക്കരയിൽ മാത്രം ജനങ്ങളുടെ അല്ലല്ലോ. നമ്മൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ഉള്ള ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ചരിത്ര ഭൂരിപക്ഷമായിരുന്നു. തൃക്കാക്കരയിൽ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പുതുപ്പള്ളിയിൽ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള വലിയൊരു വികാരമുണ്ടെന്നുള്ളതും അത് കൃത്യമായിട്ട് മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു സംശയം വേണ്ട, ഞങ്ങൾക്ക് 90 മേൽ സീറ്റുകൾക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ആദ്യം VD സതീശൻ 100 സീറ്റ് പറഞ്ഞിരുന്നു, പിന്നീട് ചാണ്ടി ഉമ്മൻ 85 സീറ്റ് പറഞ്ഞു, പിന്നീട് മുസ്ലിം ലീഗും 85 സീറ്റിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്കുണ്ടാകും. 90 അടക്കമുള്ള സീറ്റുകൾക്ക് ഞങ്ങൾ വിജയിക്കുന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സ്വാഭാവികമായിട്ടും ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അവലോകനം ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരുടേതായ മാനദണ്ഡങ്ങളോ അവരുടേതായ നിരീക്ഷണങ്ങളോ വെച്ചിട്ടാവാം. അതല്ലല്ലോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് എണ്ണിക്കഴിഞ്ഞ് വരുന്ന റിസൾട്ടാണ്. ആ റിസൾട്ടിൽ ഞങ്ങളുടെ എല്ലാ ആത്മവിശ്വാസം ഞങ്ങൾക്ക് 100 സീറ്റുകൾക്ക് അടുത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത് ഓരോരുത്തരും ഇപ്പൊ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ഘടകങ്ങളായിരിക്കില്ല മറ്റൊരാൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ചിന്തിക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ പലർക്കും പലതുണ്ടാവും. എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞാൽ റിസൾട്ട് പുറത്തിടുന്നതല്ലേ. അപ്പോ വലിയൊരു ആഹ്ലാദത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് മൊത്തത്തിൽ. തീർച്ചയായിട്ടും ആഹ്ലാദം എന്ന് വെച്ചാൽ വലിയ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ ഭൂരിപക്ഷത്തോട് വലിയ ഒരു ഇതോടുകൂടി തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ആഹ്ലാദത്തിൽ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് ആത്മവിശ്വാസം വരികയൊക്കെ ചെയ്യുന്നൊരു റിസൾട്ടാണല്ലോ. സ്വാഭാവികമായിട്ടും വലിയൊരു ആഹ്ലാദത്തിന്റെ ഒരു തയ്യാറെടുപ്പിന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി UDF നിൽക്കുന്നത്. പലരും പറയുന്നു UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. അതിനോടൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ആരാണത് പറഞ്ഞത്? അല്ല, ഒരു വലിയൊരു സമൂഹം അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് ആണ് അങ്ങനത്തെ ഒരു സമൂഹം പറഞ്ഞായിട്ട് എനിക്കറിയില്ല. ആരാണത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞത്? പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക? CPM ഭരണത്തിൽ വന്ന CPM-നെ ഭരിക്കുന്ന സർക്കാരിനെ ഭരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാണോ? ആ തീവ്രവാദിയല്ലേ പറഞ്ഞത് പിണറായി വിജയൻ അധികാരത്തിൽ ഈ കാലം മുഴുവൻ പറഞ്ഞത്? അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDF-ന്റെ വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കുന്നു പറയാനായിട്ട് മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമായ ഘടകകക്ഷിയാണെന്നേ. ഈ വർഗീയവാദിക്ക് എന്താണ് CPM അധികാരത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനായിരിക്കും ഭരിക്കേണ്ടത് വർഗീയവാദിക്ക് എന്താ അവകാശമുള്ളത്? അപ്പോ ആ വർഗീയത മുസ്ലിം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും മാറ്റിയും പറയും തിരിച്ചും പറയും. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ആ മുസ്ലിം ലീഗിന് നിർണായകമായ സ്വാധീനം ഉണ്ടാവും. അവർക്ക് അർഹിക്കുന്ന വകുപ്പുകൾ ഉണ്ടാവും. ഞങ്ങളുടെ ഘടകകക്ഷികൾ ഞങ്ങളെ സ്വാധീനിക്കുന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് UDF വന്നാൽ UDF-ന്റെ ഭരണം മതി. ഏതെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് വേണ്ടിയിട്ട് വഴങ്ങുന്ന ഭരണമായിരിക്കില്ല. അത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും തന്നെ വെള്ളാപ്പള്ളി അങ്ങനെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്നുമില്ല. ഞാനിത് വിമർശിച്ചില്ലേ? VD സതീശൻ വിമർശിച്ചില്ലേ? ഞങ്ങളുടെ വിമർശിച്ചിട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്നതല്ല, ശക്തമായ ഒരു രീതിയിൽ തള്ളി പറയുന്നില്ല ആരും. ശക്തമായ വിമർശനം തന്നെ. അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കോൺഗ്രസിനൊപ്പം അണിയുന്നതിന്റെ കാര്യം എന്താ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയുടെ ആ വർഗീയതയെ ഞങ്ങൾ തുറന്നെതിർത്തു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഇത്തവണ UDF-ലേക്ക് വരുന്നത്.
അതേസമയം ആ വർഗീയവാദിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ ന്യൂനത.